ADGP MR അജിത് കുമാറിനെതിരായ ആരോപണങ്ങളിൽ നടപടിയെടുക്കുന്നതിൽ ആഭ്യന്തര സെക്രട്ടറിയും കൈയൊഴിഞ്ഞു. ADGPക്കെതിരായ ആരോപണത്തിൽ മുഖ്യമന്ത്രി തീരുമാനമെടുക്കട്ടെയെന്നാണ് ആഭ്യന്തര സെക്രട്ടറിയുടെ നിലപാട്. വിവാദങ്ങൾക്കിടെ മുഖ്യമന്ത്രിയും DGPയും ADGPയും കോട്ടയത്ത് ഒരേ വേദിയിൽ ഇന്നെത്തും. കോട്ടയത്ത് മൂവരും കൂടിക്കാഴ്ച നടത്താനും സാധ്യതയുണ്ട്. ഹരിമോഹൻ വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഹരി, വലിയ പ്രതിസന്ധിയിലാണ് സർക്കാരും ആഭ്യന്തര വകുപ്പും എത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഇത് ആഭ്യന്തര സെക്രട്ടറി പറയുന്നു മുഖ്യമന്ത്രി തീരുമാനമെടുക്കട്ടെ എന്ന്. വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു നടപടി നമുക്ക് പ്രതീക്ഷിക്കാമോ? അമൃത, അതിനകത്തൊരു പ്രശ്നമുള്ളത് ഇത്ര ദിവസവും ഈ അജിത് കുമാറിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ അന്വേഷിക്കേണ്ട എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്നലെ PV അൻവർ പുറത്തുവിട്ട ഓഡിയോ വലിയ രീതിയിൽ ചർച്ചയാവുകയും സർക്കാർ കടുത്ത രീതിയിൽ പ്രതിരോധത്തിലാവുകയും ചെയ്തു. അതായത് കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGPയെ ദാവൂദ് ഇബ്രാഹിമിനോട് വരെ ഉപമിച്ചുകൊണ്ട് ഒരു അധോലോക പ്രവർത്തനം നടത്തുന്നു എന്നുള്ള രീതിയിൽ ആരോപണം ഉന്നയിച്ചത് ഒരു ഭരണകക്ഷിയുടെ MLA ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഇനിയും നിലപാടെടുക്കാതെ പോയിട്ട് കാര്യമില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രി സംസ്ഥാന പോലീസ് മേധാവിയോട് ADGPക്കെതിരായി ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളിൽ അല്ലെങ്കിൽ ഉയർന്നിരിക്കുന്ന ചില പരാതികളുണ്ട്. ആ പരാതികളിലൊക്കെ തന്നെ ഒരു റിപ്പോർട്ട് തേടിയത്. ആ റിപ്പോർട്ട് ഇനിയും സമർപ്പിക്കേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ ഇന്നലെ ഉന്നതതല യോഗവും ചേർന്നിരുന്നു. പോലീസിന്റെ ഉന്നതതല യോഗത്തിൽ തന്നെ ഇക്കാര്യം ചർച്ചയാവുകയും ചെയ്തു. പക്ഷേ ADGPക്കെതിരെ, അതായത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റ് വഹിക്കുന്ന ഒരു IPS ഉദ്യോഗസ്ഥനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിക്കാനോ അന്വേഷണം നടത്താനോ പോലീസിന് കഴിയില്ല എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അത് ആഭ്യന്തര വകുപ്പ് തീരുമാനിക്കട്ടെ എന്നുള്ളതായിരുന്നു സംസ്ഥാന പോലീസ് മേധാവിയുടെ നിലപാട്. പക്ഷേ ആഭ്യന്തര സെക്രട്ടറിയും പറയുന്നത് അത് മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ എന്നുള്ളതാണ്. ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് തേടിയിട്ടുള്ള നടപടി മാത്രമാണ് സർക്കാരിൽ നിന്നുണ്ടായത്. കൂടുതൽ എന്തെങ്കിലും നടപടി എടുക്കുന്നുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് തീരുമാനിക്കണം എന്നുള്ള ഒരു നിലപാടിലേക്ക് ആഭ്യന്തര വകുപ്പും എത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ ആഭ്യന്തര സെക്രട്ടറിയും എത്തിയിരിക്കുന്നു. വകുപ്പിന്റെ തലവൻ കൂടിയായ മുഖ്യമന്ത്രിയുടെ കോർട്ടിലാണ് ഇപ്പോൾ പന്തെന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ ഈ മൂവരും ഒരുമിച്ച് പങ്കെടുക്കുന്ന വേദി വലിയ രീതിയിൽ ഉറ്റുനോക്കേണ്ടതിന്റെ ആവശ്യകതയുള്ളത്. പ്രത്യേകിച്ച് കോട്ടയത്തെ സംസ്ഥാന പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യമന്ത്രി, ADGP, DGP മൂവരും ഒരുമിച്ച് പങ്കെടുക്കുന്നുണ്ട്. വിവാദങ്ങൾ കെട്ടടങ്ങാത്ത സാഹചര്യത്തിൽ മൂവരും ഒരുമിച്ച് പങ്കെടുക്കേണ്ടത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം കോട്ടയത്ത് വെച്ചാണ് ഇത് നടക്കുന്നത്. ഇതിന് ശേഷമോ അസോസിയേഷൻ സമ്മേളനത്തിന് ശേഷമോ അതിനും മുൻപോ ഒക്കെ ആയിട്ട് മൂവരും ഒരുമിച്ച് കൂടിക്കാഴ്ച നടത്താനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അങ്ങനെ നടന്നാൽ ഒരുപക്ഷെ കോട്ടയത്ത് വെച്ചോ തിരുവനന്തപുരത്ത് തിരിച്ചു വന്നതിന് ശേഷമോ മുഖ്യമന്ത്രി എന്തെങ്കിലും തരത്തിലുള്ള നിലപാടിലേക്ക് ഈ വിഷയത്തിൽ പോകാനുള്ള സാധ്യത കൂടിയുണ്ട്. റിപ്പോർട്ട് തേടുക എന്നുള്ള സ്വാഭാവിക നടപടിക്രമത്തിന് അപ്പുറത്തേക്ക് ഒരു അന്വേഷണം പ്രഖ്യാപിക്കാനോ അല്ലെങ്കിൽ ഒരു ഷഫ്ലിംഗ് നടത്തിക്കൊണ്ട് ADGP ചുമതലയിൽ നിന്ന് അജിത് കുമാറിനെ മാറ്റാനോ ഉള്ള സാധ്യത നിലവിൽ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതുണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ വലിയൊരു ആക്ഷേപത്തിന് വഴിതെളിക്കും. കാരണം ഇത് ADGPക്കെതിരായ ആരോപണം മാത്രമല്ല, ADGP വഴി മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കൂടി എത്തുന്ന ആരോപണമാണ്. PV അൻവർ ഉന്നം വെച്ചത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള P ശശിയാണ്. അതുകൊണ്ട് ADGPക്കെതിരായ ആരോപണം മാത്രമായി ഇതിനെ കാണാൻ കഴിയില്ല. P ശശിക്കെതിരായ ആരോപണം കൂടിയാണ്. അത് വളരെ ഗുരുതരമാണ്. അത് തന്നെയാണ് ഹരി. ഇപ്പോൾ വിഷയം നോക്കുകയാണെങ്കിൽ പ്രതിപക്ഷം ഒന്നടങ്കം ഏറ്റെടുത്തിട്ടുണ്ട്. വലിയ തരത്തിലുള്ള പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. കൃത്യമായ അന്വേഷണം വേണമെന്നവർ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് കടക്കുമ്പോൾ അന്വേഷണത്തിലേക്ക് കടക്കുക എന്നല്ലാതെ സർക്കാരിന്റെ മുന്നിൽ മറ്റ് വഴികളൊന്നും ഇല്ലല്ലോ. അതെ അമൃത, മറ്റു വഴികൾ എന്ന് പറയുന്നതാണ് ഇതിനകത്ത് സാധ്യത വളരെ കുറവുള്ളത്. കാരണം ഒന്നുകിൽ സ്ഥലം മാറ്റുകയോ അതല്ല എന്നുണ്ടെങ്കിൽ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുകയോ ചെയ്യുന്നതിനപ്പുറത്തേക്ക് മറ്റെന്ത് നടപടി സ്വീകരിച്ചാലും നിലവിൽ ADGPക്കെതിരെ ഉയർന്ന ആരോപണത്തിന് അത് പരിഹാരമാവില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ADGPക്കെതിരെ ഉയർന്നിരിക്കുന്ന ചെറിയ ആരോപണമല്ല, അതൊരു മരമുറി ആരോപണമായിരുന്നെങ്കിൽ പോലും ഒരുപക്ഷെ ഇത്തരത്തിലൊരു റിപ്പോർട്ട് തേടിയാൽ തീരുമായിരുന്നു. മാത്രമല്ല മരമുറി പരാതികളിൽ അന്വേഷണം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇതല്ല, സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണം, അതിൽ നടന്നിട്ടുള്ള കൊലപാതകവുമായി ബന്ധപ്പെട്ട ആരോപണം, അത്തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നത് ലോ ആൻഡ് ഓർഡറിൽ സംസ്ഥാനത്തെ രണ്ടാമത്തെ പൊസിഷൻ വഹിക്കുന്ന ഉദ്യോഗസ്ഥനെതിരെ കൂടിയാണ് എന്നുള്ളതാണ് ഇതിൽ പ്രത്യേകത. മാത്രമല്ല പൊതുവെ ADGP MR അജിത് കുമാറുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി വളരെ അടുത്ത ബന്ധമുള്ള വ്യക്തി എന്നുള്ള നിലയിലാണ് പറയാറ്. മാത്രമല്ല DGPയുടെ അധികാരപരിധിയിൽ വരെ കയറി പലതവണ സർക്കുലറുകൾ പുറപ്പെടുവിക്കാനൊക്കെ തന്നെ അധികാരം ഉള്ള ആൾ കൂടിയായിരുന്നു ADGP MR അജിത് കുമാർ.
സംസ്ഥാന പോലീസ് മേധാവിക്ക് അതിൽ അതൃപ്തി ഉണ്ടെങ്കിലും ആഭ്യന്തര വകുപ്പ് വളരെ സുരക്ഷിതമായി തന്നെ അജിത് കുമാറിനെ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. അപ്പോൾ അജിത് കുമാറിന് അത്ര അഭേദ്യമായ ഒരു ബന്ധം സംസ്ഥാന സർക്കാരുമായി ഉണ്ട് എന്നുള്ളത് ഒരു പരസ്യമായ രഹസ്യമാണെന്നിരിക്കെ അതിൽ മുഖ്യമന്ത്രി വീണ്ടും ഒരു സംരക്ഷണ വലയം തീർത്തുകൊണ്ടുള്ള നിലപാട് സ്വീകരിച്ചാൽ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ PV അൻവർ ഇതിലും അധികം വലിയ ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള സാധ്യത കൂടി ഉണ്ടെന്നുള്ളത് വിലയിരുത്തുന്നുണ്ട് നിലവിൽ ആഭ്യന്തര വകുപ്പ്. കാരണം അത്തരത്തിലുള്ള ചില വിവരങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ഇനിയും ഇത് കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതിലൊരു നടപടിയിലേക്ക് കടക്കേണ്ടിയിരിക്കുന്നു. ഏറ്റവും ചുരുങ്ങിയത് ഒരു അന്വേഷണമെങ്കിലും പ്രഖ്യാപിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ ആഭ്യന്തര വകുപ്പ് കണക്കാക്കുന്നത്. പക്ഷേ അതിലും ഔദ്യോഗികമായി അവസാനമായി അന്തിമമായി തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രി നേരിട്ടാണ്. അത് ചിലപ്പോൾ ഒരുപക്ഷെ ഇതുണ്ടാകാനുള്ള സാധ്യത കൂടിയുണ്ട്. തള്ളിക്കളയാൻ കഴിയില്ല. കാരണം ഇവർ മൂന്നുപേരും ഒരുമിച്ച് ഒരേ വേദിയിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് കൂടി അതിന്റെ പ്രത്യേകതയാണ്. ഇത്തരത്തിലൊരു വിവാദം ഉയർന്ന പശ്ചാത്തലത്തിൽ വേണമെങ്കിൽ അജിത് കുമാറിന് ആ പരിപാടിയിൽ നിന്ന് മാറി നിൽക്കാമായിരുന്നു. പക്ഷേ മൂന്നുപേരും അവിടെ ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം ഇന്നലെ തന്നെ അസോസിയേഷൻ പറഞ്ഞിരുന്നു. അജിത് കുമാർ അതിൽ നിന്ന് മാറാനും തീരുമാനിച്ചില്ല. അപ്പോൾ മൂവരും ഒരുമിച്ച് കാണട്ടെ എന്നുള്ള അല്ലെങ്കിൽ കാണണം എന്നുള്ള ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാവാം അതെ, അത് തന്നെയാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്.